നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മെറ്റീരിയൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചുണ്ടാകുന്ന വിഷയം. നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പം നമ്മളുടെ പ്ലാനിലുണ്ടായ നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടിരുന്ന സാധനങ്ങൾ തന്നെയാണോ അതിലോ കോസ്റ്റ് കൂടിയിട്ടുണ്ടോ എന്ന് കൃത്യമായും വീട്ടുടമസ്ഥൻ അത് മനസ്സിലാക്കാൻ ബാധ്യസ്ഥനാണ്. അത് മനസ്സിലാക്കാതെ ഞാൻ എല്ലാം കോൺട്രാക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ള ഒരു കാര്യത്തിലാണ് കൂടുതലും വീട്ടുടമകളും ഇടപെടുന്നത്. അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെയാണ് ഈ കോൺട്രാക്ടറും വീട്ടുടമയും തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. എന്തായാലും ഈ വീട് പണിയുമ്പോൾ നമുക്ക് കോൺട്രാക്ടർക്ക് നിശ്ചിത എമൗണ്ട് ലാഭം അവരെടുക്കും. അതവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അതിനെയാണ്. അതിന് അവർക്ക് ജോലിക്ക് അതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ജോലിക്കാരുണ്ട്. ജോലിക്കാരുടെ ശമ്പളവും അയാളുടെ കോൺട്രാക്ടറുടെ ശമ്പളവും മറ്റും കഴിയുമ്പം അയാൾക്ക് അതിനകത്തൊന്നും ലാഭമൊന്നും കാണത്തില്ല. ജോലി ചെയ്യുമ്പോൾ കൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന ആ ഒരു ഏണിങ്സ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ വീട്ടുടമ ധരിക്കുന്നത് എൻ്റെ വീട് പണി സമയത്ത് കൂടുതൽ കമ്മീഷൻ പറ്റി അല്ലെങ്കിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കി മെറ്റീരിയൽ കോസ്റ്റ് കുറച്ച് കാണിച്ച് മെറ്റീരിയൽ കുറഞ്ഞതാണ് അങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ. അതുകൊണ്ട് അത്തരത്തിൽ ഉണ്ടാവാൻ വീട്ടുടമയും കോൺട്രാക്ടറും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ല റിലേഷൻ ഉണ്ടാകുകയും എല്ലാം സത്യസന്ധമായും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അത് എക്സിക്യൂട്ട് ചെയ്യുകയും നമ്മളുടെ ജോലിക്കാർ അത് കൃത്യമായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പോകാൻ പറ്റും.